താങ്ക്സ്. തിങ്കളാഴ്ച ഞാൻ പിക്ക് ചെയ്യാം. ഇവിടെ ബോറാണെങ്കിൽ വൈകിട്ട് നീ ഗ്രൗണ്ടിലോട്ട് വാ. ടോണി ഹാരി അവിടെ വരും, അവരെയും പരിചയപ്പെടാം. വരാം. ആ കക്ഷിയെ കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ അവളുമാരുടെ ഗ്യാങ്ങാ. നീ ഒന്ന് മുട്ടി നോക്ക്, ചിലപ്പോ വളയും. ഇവിടെ സ്ഥിരമായിട്ട് നിന്നിരുന്ന ട്രൈ ആയിരുന്നു. അളിയച്ചാരൊന്ന് നിർത്തണ്ടേ? പെങ്ങള് വിചാരിച്ചാ പോരെ, അല്പം സോപ്പ് പോകപ്പേര്. ആ, അതേ ഉള്ളൊരു വഴി. സുധി വന്നിട്ട് പ്രേമേട്ടൻ കണ്ടോ? ഇല്ല, കണ്ടില്ല. നീ ഓർമ്മിപ്പിച്ചത് നന്നായി. കാണാൻ കൊത്തിയാവുക. ഒന്ന് വിളിക്കാവനെ. കളിയാക്കാതെ പ്രേമേട്ടാ, അവനെ ഒന്ന് കാണണം. വല്ലാതെ കോലം കെട്ടുപോയി. കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് പോകുമ്പോ വലിയ കുഴപ്പമില്ലായിരുന്നല്ലോ. ഹോസ്റ്റലിലെ ഭക്ഷണമല്ലേ. അച്ഛനെങ്ങാനും ഈ കോലത്തിൽ കണ്ട രണ്ടാമത്തെ അറ്റാക്ക് ഉണ്ടാവാൻ അത് മതി. സ്വന്തം മകൻ മെലിഞ്ഞത് കണ്ടിട്ട് ലോകത്ത് ഇതുവരെ ഒരച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടില്ല. വാടക വീട്ടിൽ സൗകര്യമില്ലെന്ന് പറഞ്ഞല്ലേ അവനെ ഹോസ്റ്റലിലാക്കിയത്. ഇപ്പൊ സ്വന്തം വീട്ടിൽ താമസമാക്കിയിട്ടും ഇവിടെ നിർത്തുന്നില്ലെന്ന് പറഞ്ഞാ അച്ഛൻ എന്ത് വിചാരിക്കും? മകനെ കൂടെ നിർത്തി മകളുടെ ജീവിതം തുലയ്ക്കാൻ മാളിക വീട്ടിൽ മാധവൻ പിള്ള തുനിയില്ല. പെങ്ങളെ അളിയനെയും കാണാൻ എല്ലാ ആഴ്ച അവനും കൂടെ വരുന്നുണ്ടല്ലോ, അത് പോരെ? അല്ലെങ്കിൽ എന്റെ ഏതാഗ്രഹം പ്രേമേട്ടൻ സാധിച്ചു തന്നിട്ടുള്ളത്? ഒരാഗ്രഹവും സാധിച്ചു തന്നിട്ടില്ല. എന്നാൽ ചെറിയൊരു ആഗ്രഹം ഇപ്പൊ സാധിച്ചു തരാം. അപ്പുറത്തെ രാജീവനും ഭാര്യയും ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല എന്നുള്ള നിന്റെ പരാതി ഇപ്പൊ തീർത്തു തരാം. പോയി കൂട്ടത്തിൽ നല്ല സാരി നോക്കി കൊടുത്തോ. മോളെ ആരാ വരുന്നത് നോക്കി. നമസ്കാരം. നമസ്കാരം. വരൂ. ഹലോ. ഇരിക്കൂ, ഇരിക്കൂ. രാധിക അടുക്കളല്ലേ, ഇപ്പൊ വരും. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരാൻ രണ്ടുപേർക്ക് ഇപ്പഴാ സമയം കിട്ടിയത്. എപ്പോഴും വിചാരിക്കും ഇന്ന് പ്രേമേട്ടന് സൗകര്യപ്പെട്ടത്. ഇത്രയും ദിവസമായിട്ടും നിങ്ങളൊന്നും ഇങ്ങോട്ട് കാണാതായപ്പോ പ്രേമേന്ദ്രൻ സാർ ആളൊരു റിസർവ്ഡ് ടൈപ്പ് ആയിരിക്കും എന്ന് ഞാൻ മോളോട് പറഞ്ഞു. ആവശ്യമില്ലാതെ ചങ്ങാത്തം കൂടെ ഞാനെങ്ങും പോവാറില്ല. ആവശ്യത്തിനാകാമല്ലോ. മോനെന്തേ? അപ്പൂപ്പന്റെ അമ്മമ്മയുടെയും കൂടെ അങ്കിളിന്റെ വീട് വരെ പോയി. ഇവിടെ അടുത്ത് തന്നെ. ചായ എടുക്ക്. അല്ല, ചായ കുടിച്ചിട്ട് ഇറങ്ങിയത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ചായ കുടിച്ചെന്ന് കരുതി വയറിന് അസുഖമൊന്നും വരാൻ പോകുന്നില്ല സാറേ. നീ ചായ എടുക്ക്, ചെല്ലേ. പിന്നെ ശാന്തികാരല്ല താമസമൊക്കെ എങ്ങനെ? കുഴപ്പമില്ല. ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ഇത്രയും നീറ്റ് ആയിട്ടുള്ള ഒരു ഹൗസിംഗ് കോളനി കേരളത്തിൽ ഉണ്ടാവും തോന്നില്ല. ഞങ്ങൾ വീട് വെക്കുന്ന കാലത്ത് സെന്റിന് 2000 രൂപയായിരുന്നു വില. ഇപ്പൊ എന്താ സ്ഥിതി? ഞാൻ 25 വെച്ച് 6 സെന്റ് വാങ്ങിയത്. അത് 2 കൊല്ലം മുമ്പല്ലേ സാറേ. ഇപ്പൊ 40 കൊടുത്താലും 1 ഇഞ്ച് സ്ഥലം കിട്ടാനില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്നതിൽ എന്റെ വൈഫിന് വലിയ താല്പര്യമില്ലായിരുന്നു. ചുറ്റും മരങ്ങളും വളരെ വിശാലമായ മുറ്റമൊക്കെ ഉള്ള ഒരു കൊച്ചു വീടാണ് അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. നെറ്റിയിൽ ചന്ദനക്കുറിയും തുളസി കതിരും ഒക്കെ ചൂടി 2 നേരം അമ്പലത്തിൽ പോയിരുന്ന ഒരു നാട്ടുമ്പുറത്തുകാരി അല്ലായിരുന്നോ? എന്ത് പാട് വെട്ടെന്ന് ഒന്ന് മോളേണാക്കി എടുക്കാൻ. രാജേട്ടൻ ആരെങ്കിലും കിട്ടിയാ പിന്നെ സംസാരിച്ചോണ്ടിരുന്നോളൂ. നമ്മൾ പുറത്തു പോകുമ്പോ കൂടെ കൊണ്ടുപോകാനുള്ളതല്ലേ. 4 ആൾ കണ്ടാ കുറ്റം പറയരുതല്ലോ. പിന്നെ ഈ ബ്ലൗസ് എവിടെ തയ്പ്പിച്ചതാ? ഈ സ്റ്റൈലേഴ്സ് ലേറ്റസ്റ്റ് ഫാഷൻ എന്ന് പറഞ്ഞ് അദ്ദേഹം തയ്പ്പിച്ചോണ്ട് വന്നതാ. രാധിക ബ്യൂട്ടി പാർലറിൽ പോവോ? അതും അദ്ദേഹത്തിന് നിർബന്ധമാ. മുഖം വരണ്ടിരിക്കുന്നു, ഓയിൽ മെസ്സേജിന് പോയില്ലെന്ന് കുറച്ചു മുമ്പേ ചോദിച്ചതേ ഉള്ളൂ. സുലോചന ഏത് ബ്യൂട്ടി പാർലറിലാ പോകുന്നത്? ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഈ സിപ്ലായിന്നും മെർക്കിന്നും ഗ്ലാക്സോയിന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഇതിനെ വെറുതെ ഒരു റോളിംഗ് സ്റ്റോൺ ആവുന്നത്. ഇപ്പോഴത്തെ ഈ കമ്പനി എനിക്ക് വളരെ നല്ല ട്രീറ്റ്മെന്റ് തരുന്നുണ്ട്. പക്ഷെ എല്ലാ റെപ്രസെന്റേറ്റീവ്സിന്റെ സ്ഥിതി അതല്ല കേട്ടോ. സാമ്പിൾസ് വിറ്റ് ചെലവ് കഴിയുന്നവർ വരെ ഉണ്ട്. എന്റെ മെഡിക്കൽ പുരാണം കേട്ട് ബോറടിച്ചെന്ന് തോന്നുന്നു. കുറച്ച് സാറിന്റെ ഈ ഫ്രാങ്ക്നെസ് ആണ് എനിക്ക് ഇഷ്ടമായത്. സത്യമായിട്ടും. കൊടുക്ക്. മോക്ക് ചായയില്ലേ? എനിക്ക് വേണ്ട. മോള് വൈകുന്നേരം ചായ കുടിച്ചില്ലല്ലോ. വേണ്ട രാജേട്ടാ. പാലില്ലല്ലേ? ഈ രാജേട്ടന്റെ കാര്യം നമുക്ക് 2 പേർ കൂടെ കുടിക്കാം. എന്താ? ഒന്നുമില്ല. രാധികയുടെ ഭാഗ്യം കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. കണ്ണ് നിറഞ്ഞു പോയതേ എന്റെയാ, നിന്റെ നഖം കൊണ്ടിട്ട്. കണക്കായിപ്പോയി. ഭാര്യയെ സ്നേഹിക്കുന്നത് എങ്ങനെയാന്ന് കണ്ടു പഠിക്ക്. രാധികയ്ക്ക് ചായ ഇല്ലെന്ന് അറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ വിഷമം കണ്ടില്ലേ? ഇവിടെ എങ്ങാനും ആയിരിക്കണം. കൈ കിട്ടുന്നത് ഒറ്റ മോന്തിന് കുടിക്കും. ബാക്കിയുള്ളവർക്ക് ഉണ്ടോ കുടിച്ചോ? സ്വന്തം കാര്യം മാത്രം.
കൈവെള്ളെ വെച്ചല്ല അദ്ദേഹം രാധികയെ നോക്കുന്നത്. മോളെ എന്നുള്ള വിളി കേൾക്കുമ്പോ അസൂയ തോന്നുവാ. നമ്മളെ ഭർത്താവ് സുലോചനെ എടി നീ എന്നല്ലാതെ വിളിക്കുവോ? സ്നേഹിച്ചിട്ട് അധികാരം കാണിച്ചെങ്കിൽ വേണ്ടില്ലായിരുന്നു. എന്റെ പൊന്നു സുലോചന, ആദ്യം നീ എന്റെ കൈവെള്ളയിലോട്ടൊന്ന് കേറി ഇരിക്കെ. നിന്നെ പൊന്നു പോലെ ഞാൻ നോക്കിത്തരാം. എന്ത് പറഞ്ഞാലും മറുപടി ഉണ്ട്. കുട്ടികൾ ഉറങ്ങിയോ? ഉറങ്ങി. കിടക്കണില്ലേ? കിടന്നാ ഉറക്കം വരണ്ടേ? ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. എന്താ ഇപ്പൊ ഇത്ര അങ്ങോട്ട് ആലോചിക്കാൻ? മാലുവിനെ MBBS അയക്കാൻ ഇനിയും കുറെ പണം ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ഇട്ടേ പറ്റൂ. കല്യാണത്തിനുള്ള വേറെ കണ്ടെത്തണം. ഇതാ ഇപ്പൊ നന്നായത്. മാലു 5ാം ക്ലാസ്സിലേ ആയുള്ളൂ. അവളെ കെട്ടിച്ചേക്കാൻ ധൃതിയായോ? ഇരുന്നിട്ട് എഴുന്നേക്കുന്ന പോലെ വെമ്പിള്ളയുടെ വളർച്ച. അരിച്ചു വരക്കി കണക്കൂട്ടി മുമ്പോട്ട് പോയില്ലെങ്കിലേ കരവറ്റാൻ ബുദ്ധിമുട്ടാ. ഇളയവക്ക് വേണ്ടി എടുത്ത ഇന്ദിരാ വികാസ് പത്ര 3 കൊല്ലോടെ കഴിയുമ്പോ ഇരട്ടിയാകും. ആ തുക അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാ ബുദ്ധി. ഏത് നേരമുള്ള നിങ്ങളുടെ ഈ കണക്ക് പറച്ചിലും ബാങ്ക് ഭാഷ ഉണ്ടല്ലോ, എനിക്ക് തീരെ രസിക്കുന്നില്ല. അതിന് നിനക്ക് കണക്ക് കൂട്ടാറിയണ്ടേ? ചെസ് കളി പോലാ കണക്ക്. പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗാ. ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഒരു യുദ്ധമാ ലൈഫ്. ഇൻകത്തെ കടത്തി വെട്ടാൻ എക്സ്പെൻഡിച്ചർ ശ്രമിക്കും, അനുവദിക്കരുത്. ചെലവിന്റെ മനസാക്ഷിയില്ലാത്ത ആക്രമണത്തിൽ നിന്ന് വരവിനെ രക്ഷിച്ചെടുക്കണമെങ്കിൽ അസാമാന്യമായ ആത്മധൈര്യം വേണം. ഈ കണക്കെന്ന് പറയുമ്പോൾ 2 സംഖ്യകൾ തമ്മിലുള്ള കളിയാണെന്ന് തോന്നുന്നു. ആദ്യം അധികവും ന്യൂനവും ഗുണനവും ഒക്കെ കാണും. ഗുണനങ്ങളിലായിരിക്കണം എപ്പോഴും നമ്മുടെ ശ്രദ്ധ. ഉറങ്ങിയോ? മന്ദബുദ്ധികൾ വേഗം ഉറങ്ങും. നല്ല കടുപ്പത്തിലൊരു ചായ. അതിന് ശബ്ദത്തിൽ എന്തിനാ ഇത്ര കടുപ്പം? കുറച്ച് സംസാരം, കൂടുതൽ പ്രവൃത്തി. പോയി ചായ എടുക്ക്. എന്തത് ഏത് നീട്ടിരിക്കുന്നത്? ബ്ലൗസ്. അല്ല, അതിന്റെ പുറകിൽ എന്താ ജനല്? ഇതാ ഇപ്പോഴത്തെ ഫാഷൻ. അപ്പുറത്തെ രാധയിട്ടിരിക്കുന്ന കണ്ടില്ലേ? നല്ല ചേർച്ചയുണ്ടല്ലേ? ആഹാ, എന്നാലും തിരിച്ചിട്ടാലേ കുറച്ചുകൂടി ചർച്ച ഉണ്ടാവും. എന്നാ തിരിച്ചിടാം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ബ്യൂട്ടിഫുൾ. ഒരു വടക്കൻ വീരഗാഥയിലെ ആർട്ട് ഡയറക്ഷൻ പോലെ മനോഹരം. ഇവിടെ നല്ല ചൂടാ, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. ഒരു കുഴപ്പമില്ല സർ, ഞാൻ ഇതുവരെ AC റൂമിൽ ഇരിക്കുകയായിരുന്നു. ഇനി അല്പം ചൂടായിക്കോട്ടെ. വെറുതെ കയറിയതാണോ? അയ്യയ്യേ, വെറുതെ വലിഞ്ഞു കയറി വന്ന ആളുകളെ ഡിസ്റ്റർബ് ചെയ്യുന്ന സ്വഭാവം ചാണ്ടിക്കുഞ്ഞില്ല സർ. ഞാൻ സാറിനെ കാണാൻ തന്നെ വന്നത്. ഇയാൾ പോകുന്നില്ലല്ലോ. സുലോചന ബ്ലൗസ് തിരിച്ചിട്ടുണ്ട്, ഇറങ്ങി വരുമോ? ചായയും കൂൾ ഡ്രിങ്ക്സ് ഒന്നും വേണ്ട. അല്ല, വന്ന കാര്യം പറഞ്ഞില്ലേ? പറയാം. കോളേജിലെ നോക്കല്ലേ നോക്കല്ലേ, തൊലഞ്ഞു. വിസിറ്റേഴ്സ് വരുന്നത് മിസ്സിസിന് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. മിക്ക കുടുംബങ്ങളിലും കലഹത്തിനൊരു കാരണമില്ലാത്ത കുഴപ്പമേ ഉള്ളൂ. ഇവിടെ ഞാനൊരു കാരണമാകാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് പോയിക്കൊള്ളാം. ഈ കോളനിയിൽ ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിക്ക് ഒരു പാരിതോഷം കൊടുക്കുന്നുണ്ട്. ശാന്തിനഗർ കോളനിയിലെ ഒരേ ഒരു കോളേജ് അധ്യാപകൻ എന്ന നിലയ്ക്ക് ആ കർമ്മം സാറ് നിർവഹിക്കണം. അതിന് വേറെ ആരെങ്കിലും വിളിക്കുന്നല്ലേ നല്ലത്? ചീഫ് ഗസ്റ്റ് ഫിലിം സ്റ്റാറാ. അപ്പുറത്തെ രാജീവൻ സാറാണ് എന്റെ ഏർപ്പാട്. ആരായിരിക്കുമെന്ന് അന്നേ അറിയാൻ പറ്റൂ. നമ്മുടെ MLA ആണ് അധ്യക്ഷൻ. സമ്മാനദാനവും അവരാരെക്കൊണ്ടെങ്കിലും ജയിച്ചാൽ മതി. ചെയ്യാൻ പറഞ്ഞാൽ 2 കൈ നീട്ടി അവർ ചെയ്യും. പക്ഷെ അതല്ലല്ലോ, വിദ്യാഭ്യാസത്തിനുള്ള സമ്മാനം വിദ്യാഭ്യാസമുള്ളവർ കൊടുക്കുന്നതല്ലേ ഭംഗി. അല്ല, ഈ സ്റ്റേജിൽ കയറി ആളുകളെ ഫേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നിർബന്ധിക്കരുത്, എനിക്ക് ബുദ്ധിമുട്ടാ. ഓക്കെ, മറ്റൊരാളെ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ സാറിനോട് ഒന്ന് ചോദിച്ചിട്ട് ഫിക്സ് ചെയ്യാമെന്ന് കരുതി. ആരാ? ഞാൻ തന്നെ.